പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടിയാണെന്ന് വെച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജെറുസലേം തപാലത്തിൽ യോഹന്നാൻ 2:16-13 മുതലുള്ള വചനങ്ങൾ വായിക്കുകയാണ്. കാള, ആട്, പ്രാവ്, ആ വിൽപ്പനക്കാർ, നാണയമാറ്റക്കാർ, അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ കണ്ടത് പ്രാവ് വരെയാണ് നമ്മൾ കണ്ടത്. പ്രാവിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് പ്രാവ്? പ്രാവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, എന്ത് ഗ്രഹിക്കണം എന്നതിനെപ്പറ്റി വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അത് നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമ്മളിൽ നിന്ന് ഈ പ്രാവ് നഷ്ടപ്പെട്ടു പോകും, നമ്മൾ അറിയുകയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് 9 ലക്ഷണങ്ങളുണ്ട്. ഗലാത്യർക്കെഴുതിയ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്. ആ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട കാലം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പക്ഷേ ഇന്നും നാം ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച്, അഥവാ പ്രാവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച്, അഥവാ പ്രാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അഥവാ പ്രാവ് എന്ന ആ സിമ്പൽ, ആ അർത്ഥം കൊണ്ട് ദൈവം അർത്ഥമാകുന്ന എന്താണെന്ന് വളരെ ആഴത്തിൽ നമുക്കറിയില്ല. അതിൻ്റെ അറിവിൻ്റെ തലത്തിലുള്ള ആകപ്പാടെ അറിവ് എന്ന് പറയുന്നത് നമുക്ക് ഇതാണ്. പ്രാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അടയാള രൂപമാണ് പ്രാവ്, നമുക്കറിയാം. എന്നാൽ അതോടനുബന്ധിച്ച് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനുമുണ്ട്. എന്നാൽ ഇന്നലത്തെ ക്ലാസ്സിനകത്ത് ഒരു കമൻറ്റിൽ കൂടെ ചെറിയൊരു സന്ദേശം നമുക്ക് കിട്ടിയത് കാണേണ്ടത് എങ്ങനെയാണ്? അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കുറവാണെന്നും പിശാചിനാണ് ശക്തി എന്ന് പറഞ്ഞത് തെറ്റാണ്, അതിന് മാപ്പ് വരണമെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ള ചെറിയ കാര്യം ഇതേ ഉള്ളൂ. കമൻറ്റുകൾ വന്നോട്ടെ, പ്രശ്നമില്ല, സന്തോഷമുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശുവിൻ്റെ തിരുരക്തവും തിരുശരീരവും തിരുരത്വവും യൂദാസിൻ്റെ നാവിലേക്ക് യേശു തന്നെ നേരിട്ട് കൊടുക്കുന്നുണ്ട്. അവൻ അപ്പം മുക്കി അവൻ്റെ കയ്യിൽ കൊടുത്തു, അല്ലെങ്കിൽ നാവിൽ കൊടുത്തു. അപ്പോൾ എന്തായി? യേശുവിൻ്റെ തിരുശരീരം തിരുരത്വമാണ്. അപ്പോൾ പ്രാവാണ് ചെല്ലേണ്ടത്. പക്ഷെ എന്ത് ചെയ്തു? അവൻ്റെ നാവിൽ തൊട്ടപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തു? അത് വാങ്ങി ഭക്ഷിച്ചു. പക്ഷെ അവൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു? പ്രാവ് ഇറങ്ങിപ്പോയി. അപ്പോൾ അവിടെ ആര് ജയിച്ചു? സാത്താൻ ജയിച്ചു. സാത്താൻ ജയിക്കേണ്ട ചില ആവശ്യങ്ങൾ കർത്താവിനുള്ളതുകൊണ്ടാണെന്ന് വിചാരിച്ചു, എന്നാൽ പോലും അവിടെ ജയിച്ചു. അപ്പോൾ കർത്താവിന് അവിടെ എന്തുകൊണ്ട്? കർത്താവ് തോറ്റെന്നല്ല എന്നർത്ഥം, മറിച്ച് പ്രാവ് നഷ്ടപ്പെട്ടു എന്നല്ല അർത്ഥം. പക്ഷേ പ്രഥമ ദൃഷ്ടിയുള്ള അതിൻ്റെ പ്രതികരണം, അഥവാ അതിൻ്റെ പരിണിത ഫലം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്. അതുപോലെ തന്നെ യേശു ചില നഗരങ്ങളിൽ ചെന്നപ്പോൾ അവരുടെ അവിശ്വാസ നിമിത്തം എനിക്ക് അവിടെ ഒരു അത്ഭുതം അവനോട് പ്രവർത്തിച്ചില്ല. ജനങ്ങളുടെ അവിശ്വാസ നിമിത്തം കർത്താവ് ഒന്നും പ്രവർത്തിച്ചില്ല പറഞ്ഞു. കാരണം പ്രവർത്തിക്കാനോട് കഴിഞ്ഞില്ല. കർത്താവ് അവിശ്വാസം, മറ്റുള്ളവരുടെ അവിശ്വാസം, അശുദ്ധിയൊക്കെ കാണുമ്പോൾ യേശുവിന് പോലും ഒന്നും പ്രവർത്തിക്കാൻ തോന്നുകയില്ല, അല്ലെങ്കിൽ യേശുവിനോട് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസരം വരും. ഇനി മറ്റൊന്ന്, അതിനേക്കാൾ കുറച്ചുകൂടെ വ്യക്തമായ രീതിയിൽ നമ്മൾ ആ സഹോദരിയുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വയ്ക്കണം. അതിൻ്റെ അർത്ഥതലങ്ങൾ. അതായത് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം, വെളിപാട് 13:4 നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെപ്പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പോരാടി തോൽപ്പിക്കാൻ സാധ്യത ആർക്കാണ്? ഇന്നത്തെ ഈ മൃഗത്തിൻ്റെ ശക്തി എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ രൂപമാണ് ഇന്നത്തെ മീഡിയകൾ അഥവാ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ. അപ്പോൾ അതിനോട് നമുക്ക് പോരാടി തോൽപ്പിക്കാൻ സാധ്യമല്ല, അതിൻ്റെ ഒരിക്കലും സാധ്യമല്ല. കാരണം അത് നമുക്ക് വ്യക്തമാണ്. അതിലൂടെ ഒരുപാട് കുടുംബങ്ങൾ തകരുന്നു, വിശ്വാസം നഷ്ടപ്പെടുന്നു, കുടുംബ കലകൾ, ആഭ്യന്തര കലാപങ്ങൾ ഒക്കെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് ഈ സംവിധാനം ഉപയോഗിച്ച്. പക്ഷേ ഇതിനെ പോരാടി തോൽപ്പിച്ചത് ശരിയല്ല, ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ അതിന് വെളിപാട് 13:7 ഒരു വചനം പറയുന്നുണ്ട്, വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അനുവാദം നൽകി. അപ്പം വിശുദ്ധരെന്ന് പറഞ്ഞാൽ തന്നെ വിശുദ്ധിയുള്ളവരാണ്. അവരിൽ പരിശുദ്ധാത്മാവും പ്രാവുമുണ്ട്. പക്ഷേ അവരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ ദൈവം അനുവദിക്കുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവം? അവിടെയും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇതെല്ലാം ഒരു താൽക്കാലിക തോൽവി മാത്രമാണെന്നും ആത്യന്തികമായ വിജയം സർവശക്തനായ ദൈവത്തിനാണെന്നും അവിടെ പ്രാവ് ഒരിക്കലും തോൽക്കുകയില്ലെന്നും പ്രാവാകുന്ന പരിശുദ്ധാത്മാവ് അഗ്നിരൂപനാണെന്നും ആ അഗ്നിരൂപത്തിനകത്ത് ജ്ഞാനവും വിശുദ്ധിയും തിരികെ വെച്ചിട്ടുണ്ടെന്നും അത് നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കണമെന്നും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഏത് തലത്തിലാണ്?
അതായത് പ്രാവ് എന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മളിലേക്ക് വന്നാൽ മറ്റു ഒരു ദുരാത്മാവ് നമ്മളെ തൊടാൻ പാടില്ല, മറ്റൊരു അസ്വസ്ഥത നമ്മൾ കയറിക്കൂടാൻ പാടില്ല, ഒരു ദുഷ്ടാരൂപി നമ്മളിലേക്ക് വരാൻ പാടില്ലാത്ത വിധം നമ്മുടെ കണ്ണുകളെ, കാതുകളെ, ഇന്ദ്രിയങ്ങളെ നാം സൂക്ഷിച്ചിരിക്കണം. എൻ്റെ ഹൃദയത്തിൽ പ്രാവ് മാത്രമേ ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ ഒരു സാധാരണ സാധിക്കുകയില്ല. എന്നാൽ ഈ പ്രാവിൻ്റെ കൂടെ വെളിപാട് 18:3 അപ്പോൾ പിശാചികളുടെ വാസസ്ഥലവും അശുദ്ധവും ഭീവത്സമായ സകല പക്ഷികളുടെയും താവളമായി എന്ന് പറയുമ്പോൾ അതിനടുത്ത് പ്രാവിൻ്റെ കൂടെ തന്നെ കഴുകനുണ്ട്, കാക്കയുണ്ട്, പരുന്തുണ്ട്, മയിലുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ടെന്ന് പറയുമ്പോൾ അതെല്ലാം അശുദ്ധവും മറ്റ് അസ്വസ്ഥകളുടെ പക്ഷികളാണ്. ആ പക്ഷികളും ഈ പ്രാവും കൂടെ പൊരുത്തപ്പെടുകയില്ല, പ്രാവിനെ തോൽപ്പിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് നിങ്ങളെ ഒന്നുകൂടെ ജ്ഞാനിയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നാം പരിശുദ്ധാത്മാവിൻ്റെ ആ സിമ്പൽ രൂപമായ പ്രാവിൻ്റെ വിശുദ്ധിയിലും ജ്ഞാനത്തിലും സത്യസന്ധയിലും നീതിബോധത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിലുമാണ് ജ്ഞാനം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മെ തോൽപ്പിക്കാൻ സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. കാരണം ദൈവം അനുവദിക്കില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ വേറെ പക്ഷികളുടെ വന്നു കഴിഞ്ഞാൽ വെളിപാട് 18:3 പറഞ്ഞിരിക്കുന്ന പോലെ സംഭവിക്കും. അതാണ് എൻ്റെ ആശയം, അർത്ഥം. നിങ്ങളത് ഗ്രഹിക്കുക. അല്ലാതെ പരിശുദ്ധാത്മാവിന് ശക്തിയില്ലെന്നോ പരിശുദ്ധാത്മാവ് തോൽക്കുമെന്നോ ഒന്നുമല്ല അർത്ഥം. അതിൻ്റെ അർത്ഥം എന്നാണ്. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് തോറ്റാൽ പിന്നെ ആധിപത്യം പുലർത്തുന്ന സാത്താനാണെങ്കിൽ അവിടെ തോൽവി വരുമെന്നാണ് എൻ്റെ അർത്ഥം. ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അത് ഗ്രഹിക്കാൻ സാധിക്കണം. എന്താണ് ഗ്രഹിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ് ഒരു സത്യത്തെ നിങ്ങൾ മനസ്സിൻ്റെ തലത്തിൽ മനസ്സിലാക്കി അത് പൂർണ്ണ ബോധ്യത്തിൽ ഉൾക്കൊള്ളുന്നതിനാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ളതാണ്. ആദ്യം മനസ്സിലാക്കാൻ സാധിക്കുക, മനസ്സിലാക്കുക. പക്ഷേ പലർക്കും പല ക്ലാസ്സുകളിലെ ആശയങ്ങൾ അന്നും ഇന്നും എളിദാസിൻ്റെ ക്ലാസ്സുകൾ മനസ്സിലാകുന്നില്ല. അതേപോലെ സഹോദരങ്ങളെ, നമ്മൾ പ്രാവിൻ്റെ ക്ലാസ്സാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. നമ്മൾ അടുത്ത ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ ബാക്കി ക്ലാസ് ഇടാൻ സാധിക്കുക. കാരണം നമ്മുടെ എറണാകുളത്ത് ധ്യാനം നടക്കുകയാണ്. നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം ധ്യാനം നടക്കുന്നു. അവിടെ കുറച്ച് ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സിന് പോകേണ്ടതുള്ളതുകൊണ്ട് അവിടെ ധ്യാനം നടക്കുന്നതുകൊണ്ട് ആ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് ഒരു 5-6 ദിവസത്തേന് ക്ലാസ്സുകളുണ്ട്. ഈ യൂട്യൂബ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ആ സമയത്ത് അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അവിടെ ക്ലാസ്സുകളും ധ്യാനങ്ങളും ആരാധനകളും നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ വേഗം വരാം. നമ്മുടെ അവസ്ഥ, ഇന്ത്യയുടെ അവസ്ഥ, ലോകത്തിൻ്റെ അവസ്ഥ ഓരോ ദിവസവും മോശമാവുകയാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിലെ വിമാന സർവീസ് പലതും നിന്നുപോകുന്നു. ലോകം അതിൻ്റെ ഒരു പശ്ചാത്തലം, ജനത്തിനെതിരായും രാജ്യത്തിനെതിരെ ഉണർന്നെഴുന്നേൽക്കുന്നു. ഇതൊക്കെ നമ്മളെല്ലാം ടെലിവിഷനും വാർത്തകളും നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അതിൻ്റെ പരിണതഫലം പല വീടുകളും സംഭവിക്കുന്നു. കാരണം വിദേശത്തേക്ക് കയറി പോകാൻ പറ്റത്തില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർക്ക് വരാൻ പറ്റത്തില്ല, ഒക്കെ നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മുമ്പിൽ സംഭവിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിൽ അധികം സമയമോ കാലമോ നമുക്കില്ല. എത്രയും പെട്ടെന്ന് വന്ന് ധ്യാനം കൂടി വിശുദ്ധി പ്രാപിച്ചാൽ അവർക്കൊരു ഒരുക്കവും ജ്ഞാനവും ലഭിച്ചിരിക്കും. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ സമയമുണ്ടെന്ന് ഓർത്തുകൊണ്ടിരിക്കരുത്. ഈ ജൂലൈ മാസമാണെങ്കിൽ പോലും അവിടെ ധ്യാനം നടക്കുന്നു. അടുത്ത മാസത്തെ ധ്യാനം അവിടെ കാലാവസ്ഥ നോക്കിയിട്ട് വേണം ചെയ്യുവാൻ. വലിയ തിലാമഴയും വെള്ളപ്പൊക്കമാണെങ്കിൽ അവിടെ ധ്യാനം മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ധ്യാനത്തിൽ താല്പര്യമുള്ളവരൊക്കെ വരിക. കഴിയുമെങ്കിൽ 2 ദിവസം കൊണ്ട് വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സുകൾ ഇന്ന് ക്ലാസ്സായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതേക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് ക്ലാസ് തരേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ പറയുമ്പോൾ ഒരുപാട് ക്ലാസ് നീട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കായിട്ട് ഈ ഒരുക്കപ്പെട്ട ക്ലാസ്, ഈ ധ്യാന ക്ലാസ്സുകളും ഒരുക്കപ്പെട്ട യൂട്യൂബ് ചാനലും ഉപയോഗിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് വിശുദ്ധിയും പരിശുദ്ധിയും നേടുക. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു സംഭവമായിട്ട് നിങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. കാരണം നമ്മൾ അടുത്ത വർഷം ആയിക്കോട്ടെ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ 3-4 മാസം കഴിഞ്ഞിട്ട് ഞാൻ ധ്യാനത്തിന് പോകുന്നതിന് ചിന്തിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. അതിനുള്ള പശ്ചാത്തലങ്ങളിൽ ലോകത്ത് നഷ്ടപ്പെടുകയാണ്. എല്ലാ വിധത്തിലും സാമ്പത്തികമായിട്ടും അതിൻ്റെ പശ്ചാത്തലമെല്ലാം നമുക്ക് നഷ്ടമാവുകയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധരോട് പടപുരുതി നമ്മൾ കീഴ്പ്പെടുത്താൻ വേണ്ടി സാത്താൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ കീഴ്പ്പെടാനുള്ളതല്ല, സാത്താന് കീഴ്പ്പെടാനുള്ളതല്ല നാം. പക്ഷേ കീഴ്പ്പെടുത്തുമെന്ന് കഥാവചനമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ വചനങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. അതെടുത്ത് പലവട്ടം വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 7-ാം തിരുവചനം, വിശുദ്ധരോട് പടപുരുതി. അതിൻ്റെ മുകളിൽ നിന്ന് വായിച്ചു വന്നാലേ മനസ്സിലാവുള്ളൂ. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവനെയും അത് ദുഷിച്ചു പറഞ്ഞു. വിശുദ്ധരോട് പടപരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദവും നൽകി. സകല ഗോത്രങ്ങളിലും ഭാഷകളിലും ജനതകളിലും രാജ്യങ്ങളുടെ മേൽ അതിന് അധികാരവും ലഭിച്ചു. വധിക്കപ്പെട്ട കുഞ്ഞാണ്ട് ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേര് എഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവ്വരും
അതിനെ ആരാധിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. വചനം എടുത്തു വെച്ച് വായിക്കണം. പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വചനത്തിൻ്റെ ആധികാരിക ബലം ഉപയോഗിച്ചാണ് പറയുന്നത്. വെറുതെ ഒരു കൊട്ടത്താപ്പിന് പറയുകയല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഗ്രഹിക്കുക, വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറയാനുള്ള തീക്ഷ്ണതയിൽ, ജ്വലനത്തിൽ ആയിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ജീവനും ജീവിതവും ആയിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ യേശുനാഥൻ്റെ വരവിൻ്റെ പടിവാതിക്കലാണ് നാം ഉള്ളത്. അതിൻ്റെ ലോകലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒരു വഴിക്ക് യുദ്ധങ്ങൾ കാണുന്നു, മറ്റൊരു വഴിക്ക് ജോലികൾ നഷ്ടമാകുന്നു, മറ്റ് പല ക്ഷാമങ്ങൾ, ജോലിക്ക് ക്ഷാമം, സാമ്പത്തിക ക്ഷാമം, അവസരങ്ങളുടെ ക്ഷാമം, വിമാന സർവീസുകളുടെ ക്ഷാമം, അങ്ങനെ ക്ഷാമങ്ങൾ. ഭൂകമ്പം നമ്മൾ വെനീസ്വേലയിൽ കണ്ടു. ഇതെല്ലാം എൻ്റെ പടിപടിയായിട്ട് നമ്മുടെ കേരളത്തിൽ ഭൂചലനം നടന്നതായിട്ട് നമ്മൾ കണ്ടു. എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങി വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഈ ലോകത്തെ നശിപ്പിക്കാനുള്ള എല്ലാ പദ്ധതികളും സാത്താൻ ആവിഷ്കരിക്കുകയും എങ്ങനെയെങ്കിലും ഒരു വ്യക്തി പോലും സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കാതെ തടയിടുക, തടഞ്ഞു വെക്കുക, നശിപ്പിക്കുക, അതാണ് ഉദ്ദേശം. എന്നാൽ സ്വർഗീയ മഹത്വത്തിൽ പ്രവേശിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവുള്ളവർ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കും. അതൊരു നിത്യതയാണ്, നിത്യജീവനാണ്, നിത്യമഹത്വമാണ്. അതിനെപ്പറ്റി വ്യക്തമായ ക്ലാസ്സുകളും വ്യക്തമായ എന്താണ് നിത്യജീവൻ, നമ്മൾ കേട്ടിട്ടുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ജ്ഞാനം, എങ്ങനെയാണ് അതിലേക്ക് പ്രവേശിക്കുക, അതെവിടെയാണ്, നിത്യജീവൻ വസിക്കുന്ന സ്ഥലം എവിടെയാണ്, സ്വർഗമാണോ, സ്വർഗമുണ്ടോ, ഉണ്ടെങ്കിൽ അതെവിടെ, അങ്ങോട്ട് എത്ര ദൂരമുണ്ട്, അവിടെ എങ്ങനെയാണ് ആ സംഭവം ഇരിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ധ്യാന ക്ലാസ്സിൽ കൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. അതിനാൽ എത്രയും പെട്ടെന്ന് വന്ന് വിശുദ്ധിയിലേക്ക് കടന്നു വരിക, പരിശുദ്ധിയിലേക്ക് കടന്നു വരിക. അതിനായി നമ്മെ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.